ഓൾ, ഇതൊരു ന്യൂ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഈ കുപ്പിക്ക് പെയിൻ്റ് അടിക്കാൻ പോകാം. ആദ്യം ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ട് കുപ്പിയുടെ മേളിൽ വൈറ്റ് കളർ അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രേയിൽ ഇച്ചിരി വൈറ്റ് പെയിൻറ് ഇട്ടിട്ട് സ്പോഞ്ച് വെച്ച് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് വെള്ള പെയിൻ്റ് അടിച്ച് ഇത്രയും വരെ ആക്കി. ഇനി ഇച്ചിരി കൂടി പെയിൻ്റ് അടിക്കാനുണ്ട്. ഞാൻ അതടിക്കട്ടെ. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്ന കുറിച്ച് ഞാൻ ഫുള്ള് കാണിക്കുന്നുണ്ട്. ഇത് ഫിനിഷാവും. അപ്പോൾ നമുക്കത് ഫിനിഷായിട്ട് കാണാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗ്രീൻ കളറിൽ വെച്ചിട്ടുള്ളത് ആർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ആർട്ട് കാണണം. നമുക്ക് ഈ ഗ്രീൻ കളർ ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ വെച്ച് തീം ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ചെറിയ പോച്ച പോലെ ഇങ്ങനെ കളിച്ച് വെച്ച് തരാനാണ്. ഞാൻ ആദ്യം തീം കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പോച്ചയുടെ ഇത് ചെയ്യാനായിട്ട് ലൈറ്റ് ഗ്രീനും സ്വാപ്പ് ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ ഞാൻ ആദ്യം ഒരു ചെറിയ നിമ്പുള്ളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം ലൈറ്റ് ഗ്രീൻ എടുക്കാൻ തീരുമാനിച്ചു. ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ വെച്ച് ഞാൻ അടിച്ച് കാണിക്കാം. ഈ ഒരു ഫിനിഷിൽ ഫുൾ അടിച്ചെടുക്കും. അപ്പോൾ ഇത് ഇച്ചിരി കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കാം. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കൂടെ സ്കെച്ച് വെച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടി ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്കിനി സ്കെച്ച് വെച്ച് വരച്ചിട്ട് നോക്കാം. അങ്ങനെ ഞാനിവിടെ ഈ സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കളർ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ലൈറ്റ് ഗ്രീനിൻ്റെ തൊട്ട് ഇവിടെ ആയിട്ട് സ്വാപ്പ് ഗ്രീനാണ് അടിക്കാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ട് സ്വാപ്പ് ഗ്രീൻ തന്നെയാണ് അടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഡിസൈനിൽ അടിച്ചു പോയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ഫ്ലവർ വെച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെ വരച്ച് ഈ സൂര്യനെയൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ നമുക്കത് വരച്ച് ഞാൻ സ്വാപ്പ് ഗ്രീൻ വെച്ച് ഇതൊക്കെ വരച്ചിട്ട് നോക്കാം. ഇവിടെ ആണെങ്കിൽ ഗ്രീനും സ്വാപ്പ് ഗ്രീനും വെച്ചിട്ട് ഫുള്ളി കുറച്ച മാതിരി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു 4 ഫ്ലവറും 5 ബട്ടർഫ്ലൈസിനും ഒരു സണ്ണയും കൂടി വരും. അപ്പോൾ ഈ 4 ഫ്ലവറിനും കൂടി വരച്ചിട്ട് ഞാൻ സ്കെച്ച് വെച്ച് തന്നെ ഇതും വരച്ചത്. കാരണം ഇതിൽ അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ച് വരയ്ക്കാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് സ്കെച്ച് വെച്ച് തന്നെ വരച്ചത്. അതിന് ശേഷം ഇനി നമുക്ക് സ്കെച്ച് വെച്ച് തന്നെ ഫ്ലവറും വരച്ച് സണ്ണിനെയും വരച്ച് ബട്ടർഫ്ലൈനെയും വരച്ച് കളർ ചെയ്യും. അതിനിപ്പോൾ ഫ്ലവറിനെയും കൂടി വരച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാനിവിടെ പൂക്കൾ 4 എണ്ണം വരച്ചപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5 പൂവാക്കി. ഇപ്പം ഞാൻ എൻ്റെ റെഡ് കളർ ചേർക്കുകയാണ്. ഞാൻ റെഡ് കൊടുത്തോണ്ടിരുന്നപ്പോൾ എല്ലാവരും കിട്ടിയിട്ടുണ്ട് പോയത്. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ ഫ്ലവേഴ്സിനും പെയിൻറ്റ് കൊടുത്തു, അതിൻ്റെ തണ്ടിൽ ബ്രൗണും കൊടുത്തു. ഇനി നമുക്ക് ബട്ടർഫ്ലൈയും സൂര്യനും കൂടി ഉള്ളൂ. ബട്ടർഫ്ലൈ ഞാൻ കൊടുക്കുന്ന 6 എണ്ണം കൊടുക്കും. 5 എണ്ണം ഇവിടെ ഫേസ് കുറച്ച് സ്ഥലം പൊയിന് കിടക്കും. അപ്പോൾ ഞാൻ 5 ഭാഗം. അപ്പോൾ എന്തായാലും 6 ഒരു ഇത് കൊടുക്കും ഞാൻ 6 ബട്ടർഫ്ലൈസ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് എന്തായാലും റെഡ്, ബ്ലൂ, പിങ്ക്, യെല്ലോ, ഓറഞ്ച്, പിന്നെ ഒരു കളർ കൂടി വേണം. അതാണ് കിടന്ന് കളിക്കുന്നത്. എന്തായാലും ആ ഒരു കളറ് നമുക്കിവിടെ മിക്കവാറും വെള്ളയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഈ പെയിൻറ്റിങ്ങിൽ ഇനി ഫ്ലവറും സൂര്യനോട് വരച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ തീരും. അപ്പോൾ നമുക്ക് അന്നേരം ഇവിടെ ഇതിന് ഈ ഫ്ലവേഴ്സ് അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർഫ്ലൈക്ക് കൊടുക്കാനുള്ള കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ, ബ്ലൂ, റെഡ്, പിങ്ക്, ഓറഞ്ച്, ഗ്രീന്. ഇനി ബ്ലാക്കും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് എന്തായാലും വേണം. ഇതൊക്കെ മിക്സ് ചെയ്ത് വിങ്ങൊക്കെ ലൈറ്റ് കളറാക്കി എടുക്കണം. ബ്ലാക്ക് വെച്ച് ഞാനിൻ്റെ ഔട്ടർ ലൈനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബട്ടർഫ്ലൈ വരയ്ക്കുന്ന കാരണം ഞാൻ വൈറ്റ് കളറാണ് എടുക്കട്ടെ. ഇത് മിക്സ് ചെയ്യാനായിട്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഉണ്ടായിട്ട് എന്തെല്ലാം കളയുകയാണ് വെള്ളം. അത്യാവശ്യത്തിനനുസരിച്ച് വെള്ള കളർ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വേണ്ട, നമ്മളൊരു ചെറിയ ബട്ടർഫ്ലൈ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 2 ഡിവൈഡ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ബ്ലൂവിനും റൈസ് കൊടുക്കണം വെള്ളം. പിങ്ക് ഒരു ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അടിക്കാമെന്ന്. ഒരു ഇച്ചിരി എടുത്തിട്ട് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത്രയുമായി.
എന്തുവേ അധികം പേരിനെയൊക്കെ പിണ്ടടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ ഇന്നലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു പല. ഞാൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കൂടി ഇതിനായിട്ട് മിക്സ് ചെയ്യണം. ബ്ലൂ ഇച്ചിരി എടുക്കുന്നത് വെള്ളം ഒത്തിരി ആയ പിന്നെ കുറവ്. അങ്ങനെ ബ്ലൂ ഇച്ചിരി എടുത്തു മിക്സ് ചെയ്ത് ഈ ഒരു പരുവം മതി. ഇത് മതി. ഇറ്റ്സ് ഓക്കെ. പിങ്കിലാൻ തോന്നുന്നു വൈറ്റ് കൂടുതൽ പോയാൽ സാരമില്ല. പിങ്കിൽ ഇച്ചിരി കൂടുതലിരിക്കാൻ എൻ്റെ കാരണം താഴെ ഒരു ചെറിയൊരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലൂവും പിങ്കിൻ്റെ റോള് കിടക്കും. ബ്ലൂവും പിങ്കും സ്ഥലത്ത് ഞാൻ അടപ്പയിലോട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂവിനെയും പിങ്കിനെയും അങ്ങനെ ബ്ലൂവിനെയും പിങ്കിനെയും ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. ഇനിയാണ് നമുക്ക് ഇതിയൊരു സംഭവം തുടങ്ങേണ്ടത്. ഞാൻ ആദ്യം ബ്ലാക്ക് വെച്ചാക്കി അടിക്കാം. എന്നിട്ട് ഞാൻ സ്കെച്ച് വെച്ച് വരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ. അങ്ങനെ ഞാനാണ് ഇവിടെ ഈ കുപ്പിയിൽ ബട്ടർഫ്ലൈസിനെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ നീയായിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റൊക്കെ മിക്സ് ചെയ്ത് 6 ബട്ടർഫ്ലൈ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്തടിക്കാം. പിങ്കും ഒരു ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് കാണിക്കാം. അടിക്കുന്ന സമയത്ത് കൊണ്ടുപോകാനായി പോയി കണ്ടറിയാം. അപ്പം ഇങ്ങോട്ടെടുത്ത് വെച്ച് നമുക്ക് പെയിൻ്റ് അടിക്കാം. അതിന് മുമ്പ് ഈ പെയിൻറ്റുകൾ ഞാൻ 6 എണ്ണമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബ്ലാക്ക് ഒഴിച്ച് 6 എണ്ണം ഉദ്ദേശിച്ച് ബ്ലാക്കും കൂടി 7 കളർ. ഈ പെയിൻറ്റിങ് ചെയ്യാൻ തന്നെ കുറേ കളറ് പോയി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ബ്ലൂവും ഈ പിങ്കും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നൊരു പിങ്കുണ്ട്. ബ്ലൂ ഇപ്പം എന്ത് ചെയ്യാനാണ് ശരിയായിരുന്നു. പിങ്ക് ബ്ലൂ ഞാനേ ആകാശത്ത് അടിക്കാം. എനിക്ക് നല്ല രീതിയിൽ കിട്ടുമോ എന്നൊന്നും അറിയില്ല. പിങ്ക് ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ചത് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ എടുത്ത് ഇവിടെ അടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ചു കൊടുക്കുക. പൂക്കൾ മാതിരിയാണ് ഉദ്ദേശിച്ചത്. എന്താവോ എന്തോ. അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ ചിലപ്പോൾ പാടായിരിക്കും. ഞാൻ ലിറ്റായിട്ടാണ് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ നീല ഇവിടെ ആകാം. ഞാൻ ബ്രഷ് വെള്ളത്തിൽ കഴുകിയെടുത്ത് നമുക്ക് ആ ബ്രഷിലേക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിത് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഈ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് ബ്രഷുകൾ ബാക്കിയുള്ള മറ്റേക്ക് തട്ട് കൊടുക്കാം. തൊട്ടാണ് ഇങ്ങനെയാണ് നോക്കിയത്. അല്ലേ ഈ പറ്റും. ഞാൻ ബ്ലൂ ഇതൊന്നും ഇങ്ങോട്ടൊന്ന് വെച്ചു. ബ്ലാക്കാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ശ്രദ്ധിച്ചടിക്കേണ്ട സംഭവമാണ്. ബ്രഷ് എടുക്കട്ടെ. എന്നടാ പണ്ട് എടുത്തു. ഇച്ചിരി ഓടായിപ്പോയി. ഇച്ചിരി വലിയ ബട്ടർഫ്ലൈ. അപ്പോൾ നമുക്ക് ആ ബ്രഷിൽ കഴിവെടുത്തു. ഓറഞ്ചിൻ്റെ കളി ഇവിടെ കഴിഞ്ഞു. ഇനി ബ്ലാക്ക് അടിച്ചെടുക്കണം ഇത്. അപ്പോൾ ശരിയായിക്കോളൂ. ഇത്രയും വലിയ ബട്ടർഫ്ലൈ ഓറഞ്ചിൽ വരച്ചെടുത്തത്. ഈ അടുത്ത പിക്ചർ ഇതിലാണ് ഇത് നോക്കാം. ഇവിടെ തന്നെ 3 എണ്ണം അല്ലേ. ഈ 3 ഞാൻ ഗ്രീൻ എടുക്കട്ടെ. ഗ്രീൻ സാധാരണ ബട്ടർഫ്ലൈക്ക് വരുന്ന ഒരു കളർ. എൻ്റെ അതാണ് ഉള്ളത്. അതായത് ഈ യെല്ലോ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ കളറാണ് ഉള്ളത്. യെല്ലോ ഓറഞ്ച് ആ 5 കളേഴ്സ് കഴിഞ്ഞാൽ ഇനി ഗ്രീൻ എടുത്തതാണ്. ഗ്രീൻ എടുക്കാൻ വരുന്നത് ഗ്രീൻ എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള കളേഴ്സൊക്കെ അടിച്ച് തരാം.
റെഡും യെല്ലോ വീഡിയോയേ ഉള്ളൂ ഇനി ആണെന്ന് പറയാം. റെഡ് എല്ലാം കൂടി ഉള്ളപ്പോൾ ഞാൻ ഈ റെഡിൻ്റെ ഇവിടെ എല്ലാം അടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ എല്ലാം അടിക്കാൻ അടുത്ത റെഡുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ബട്ടർഫ്ലൈസിനെല്ലാം കളർ കൊടുത്ത് കഴിഞ്ഞു. എൻ്റെ എല്ലാത്തിനും കളർ കൊടുത്തു. ഇനിയാണെങ്കിൽ നമുക്കിന്നത് ബ്ലാക്ക് വെച്ചിട്ടൊരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് കളർ കൂടി കൊടുത്തിട്ട് വാങ്ങാനുണ്ട്. ഓക്കെ, കൊടുക്കുന്നത് ചെറിയ ഇത്തരം സ്ഥലങ്ങൾ, അതായത് കുറേ നിബ് വെച്ചിട്ട് സ്ഥലങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ ആയിട്ട് ഞാൻ ഈ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബ്ലാക്ക് കളർ കൊടുത്തിട്ട് നമുക്ക് കാണാം. ഞാനാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈയിൽ ഇത് ബ്ലാക്ക് വെച്ച് കൊടുത്ത, പക്ഷേ നമ്മൾ ഈ ഓറഞ്ച് വെച്ച് കൊടുത്തപ്പോൾ ഇച്ചിരി അധികമായിരിക്കും. പക്ഷേ ബ്ലാക്ക് വെച്ച് കൊടുത്തപ്പോൾ നല്ല രസമുണ്ട്. കാരണം ഈ ഓറഞ്ച് വെച്ച് കൊടുത്തതിന് മുന്നേ ബ്ലാക്ക് വെച്ച് നേരെ വരച്ചില്ലെങ്കിൽ ഇത് ഫുള്ള് പോകും. അതാണ് വേറൊരു പ്രശ്നം. പിന്നെ നമുക്ക് ബാക്കി കൂടി വരച്ചിട്ട് കാണാം. അപ്പം ഞാനിവിടെ കറുത്ത കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെ ചെറുതായിട്ട് പാളിപ്പോയി. അപ്പോഴത്തേക്ക് ഇവിടെ വെള്ള കളർ യൂസ് ചെയ്ത് കഴിയാം. ഈ സൂര്യനോട് വരച്ച് കഴിഞ്ഞാൽ തീരും. അപ്പോൾ വെള്ള കളർ അടിച്ച് സൂര്യനോട് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനത്തെ ലുക്ക് നോക്കാം. ഇതുവരെ എനിക്ക് നല്ല രസം തോന്നിയിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ലുക്ക് നോക്കാം. അതുപോലെ തന്നെ സൂര്യനെ വരച്ചപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ബ്ലാക്ക് ലൈനൊക്കെ ഞാൻ വരച്ചെടുത്തു. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ആളാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫുള്ളിത്. അപ്പം ഇതേപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ആളാക്കുക. അപ്പോൾ ബൈ, ഇറ്റ്സ് ജുവൽ സ്റ്റാലിൻ.